അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നത് ധ്യാൻ ഡേഴ്സിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ കമൻറ്റ് ബോക്സ് കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അന്ന് കമൻറ്റ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ കമൻറ്റ് ഇട്ടു. ഇന്നപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രസംഗ രൂപത്തിൽ പറയാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോ വരുന്നത്, അതായത് ഒരാളുടെ ലൈഫ് കണ്ടിട്ട് വ്ളോഗ് കണ്ടിട്ട് അതിന് ഇതായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു അവരുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് അച്ചു പ്രഗ്നൻ്റ് ആണ്. അച്ചു എന്നാണ് എനിക്ക് തോന്നുന്നു, ആദ്യം അച്ചുവാണ്. അച്ചു പ്രഗ്നൻ്റ് ആണ്. അപ്പം അച്ചു ഭയങ്കര സങ്കടത്തിലായി. ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ലോണം അറിയണ ആളാണ് ഞാൻ. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ കേസ് കുറച്ചുകൂടി മെച്ചൂർഡാണെന്ന് തോന്നുന്നു. കാരണം ഏജ് ആയാലും കുട്ടിയുടെ ഏജ് ആയാലും കുറച്ചുകൂടി മെച്ചൂർഡാണ്. അവരുടെ പാല് കൊടുക്കേണ്ട ടൈമും ഒക്കെ അത്യാവശ്യം അവർ കവർ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ അറിയില്ല, നമുക്ക് ഓരോരുത്തരുടെ അവസ്ഥ അവർക്ക് പേഴ്സണൽ അത്രയും പ്രിയപ്പെട്ടതായിരിക്കും ഓരോരുത്തരുടെ വിഷമങ്ങളും. അത് നമ്മൾ മാനിക്കുന്നു. എങ്കിലും ഞാൻ പറയുന്നു, എൻ്റേത് എന്ന് പറയുന്നത്, ഞാൻ കടന്നുപോയ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇതിലും പരിതാപകരമായിരുന്നു. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ കൊച്ചിന്നൊന്നും പറയാൻ പറ്റില്ല, എന്നിലും മൂത്തതൊക്കെ ആയിരിക്കും, എന്നാലും പോട്ടെ. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. കാരണം ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടിക്ക് പാല് കൊടുത്ത് കഴിഞ്ഞിട്ടില്ല, ആ കുട്ടിയുടെ കെയറിങ് കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിൽക്ക് അപ്പുറം നമ്മൾ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. നമ്മൾ ആ ഒരു കുട്ടിനെക്കാട്ടിലും നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക ഈ ഫസ്റ്റ് നമ്മളെ കയ്യിൽ ഇരിക്കണ കുട്ടിക്കായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ കുട്ടിയുടെ കാര്യമായിരിക്കും കൂടുതൽ ചിന്തിക്കുക. അത് നമ്മുടെ കുട്ടിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കണ കുട്ടീനെ എനിക്ക് കൊഞ്ചിച്ച് കഴിഞ്ഞില്ല, എനിക്ക് പാല് കൊടുത്തു കഴിഞ്ഞില്ല. ഏറ്റവും കൂടുതൽ ഇത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവണവരുടെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാല് കൊടുക്കാൻ പറ്റില്ല. ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ വിഷമം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ ഒക്കെയും കടന്നു പോയതുകൊണ്ട് തന്നെ ആ കുട്ടി എത്രത്തോളം മനസ്സ് വേദനിക്കുന്നുണ്ടാവുമെന്ന് നമ്മൾ എത്ര പേര് ആശ്വാസം, നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര പേര് ആശ്വാസം കൊടുത്തിട്ടും കാര്യമില്ല. എങ്ങനെയായാലും നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ ഉപബോധം മനസ്സിൽ ഉണ്ടാവും. അപ്പം നമ്മൾ ചിന്തിക്കും, അയ്യോ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ കുട്ടീനെ എനിക്ക് കെയർ ചെയ്യാൻ പറ്റില്ല, ഇനി ആ കുട്ടി വരുമ്പോൾ എനിക്ക് ആ കുട്ടീനോടായിരിക്കും സ്നേഹം. ഇതൊക്കെ ആയിരിക്കും നമ്മളെ ചിന്തയിൽ. ഇതെത്ര പേര് തിരുത്താൻ വന്നാലും നമുക്ക് തിരിയില്ല. അങ്ങനെ ഒരവസ്ഥയാണ് നമ്മളത്. അപ്പം എന്താ പറയുക, ആ കുട്ടീനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞത് 2017 ഡിസംബർ മാസത്തിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ ഞാൻ 2018 പ്രഗ്നൻ്റ് ആവുന്നു. 2018 തന്നെ ഞാൻ പ്രസവിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞു, 3 മാസം ആയപ്പോഴേക്കിനും ഞാൻ പ്രഗ്നൻ്റായി. നോർമലായിട്ട് ഞാൻ 10 മാസം ആവണേലും കുറച്ച് ഏർലി ഡെലിവറി ആയിരുന്നു. കുട്ടിക്ക് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസവിച്ചു. അൽഹംദുലില്ലാ ഒരു പെൺകുഞ്ഞായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ. മൂത്തത് ഞങ്ങൾക്കൊരു പെൺകുട്ടിയാണ്. പിന്നെ ഉള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഉമ്മയായി. എല്ലാ സന്തോഷവും സമാധാനം എല്ലാ ദുഃഖവും അനുഭവിച്ച് ഞാനൊരു ഉമ്മയായി എന്ന് പറയാം. നോർമൽ ഡെലിവറി ആയിരുന്നു, ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നു, ഹെൽത്തി ഡെലിവറി ആയിരുന്നു. സന്തോഷം. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, 45 ദിവസം. അപ്പോൾ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓരോരുത്തർ വരുന്നവർ പറഞ്ഞു തുടങ്ങി, മോളെ നീ ഇത്ര ചെറുതാണ്, 18 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് സൺ നാട്ടിലുണ്ട്, അപ്പോൾ നീ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഗുളിക കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തേലും ഇട്ടോളോ അല്ലെങ്കിൽ ചെയ്തോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓക്കെ, അത് ശരിയാണ്. എനിക്കും ഞാൻ ബോധയുടെ നമ്മൾ പ്രഗ്നൻസി ടൈം ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ താൽക്കാലിക ഗർഭനിരോധന മാർഗ്ഗങ്ങൾ. അപ്പം ഞാൻ ആ ബോർഡ് നോക്കും, പ്രസവം കഴിഞ്ഞിട്ട് വേണം 10 വർഷത്തേക്ക് ഇതിടാൻ. കാരണം എന്താണ്, അത്രയും ഫസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഡെലിവറി. കാരണം എന്താണ് മരിച്ചു പോകും, ചിലരും പ്രസവത്തിൻ്റെ ഇടയിൽ മരിച്ച കഥ കേൾക്കും.
ചിലർ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച വേദനയുടെ തുല്യമാണ്. ഇതൊക്കെ കേട്ട് നമ്മ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത പ്രഗ്നൻസി ഇനി എന്തായാലും 10 കൊല്ലം 12 കൊല്ലം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളോ എന്ന് ചിന്തിച്ച് നമ്മൾ ഓരോ പോസ്റ്ററൊക്കെ നോക്കും. എന്ത് കോപ്പർട്ടി ഉണ്ട്, പിന്നെ വേറെ തരം കോപ്പർട്ടി ഉണ്ട്, പിന്നെ ഗുളിക ഉണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഞാനതിൽ നിന്ന് ഞാൻ യൂട്യൂബ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ ഭയങ്കര ആക്റ്റീവായി വരുന്നത്. കാരണം യൂട്യൂബിൽ കൂടുതലും നമ്മൾ പ്രഗ്നൻസി വീഡിയോ കാണും. പ്രഗ്നൻസി ഇങ്ങനെ ആയിരിക്കും, ഒരാഴ്ചയിൽ ഇങ്ങനെ കുട്ടി വളരും, ഒരാഴ്ചയിൽ കുട്ടി അങ്ങനെ വളരും. അങ്ങനെ എൻ്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്കൊരു ആപ്പ് വരെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രഗ്നൻസി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആപ്പ് വരെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താണെന്ന് തോന്നുന്നു, എന്തോ പേര് ഞാൻ മറന്നു. നല്ലൊരു അടിപൊളി ആപ്പായിരുന്നു. കാരണം ഈ ആഴ്ചയിൽ ഇത്ര ദിവസം കൊണ്ട് കുഞ്ഞിന് ഇത്ര വളർച്ച, നമ്മൾ ആ വളർച്ചയോടൊപ്പം നമ്മളെ ചിന്താഗതിയും കൂടി വളർന്ന് നമ്മൾ ഈ മെച്ചൂർഡായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അത്രയും നല്ലൊരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി. അപ്പോൾ ഞാൻ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ 45-ാമത്തെ ദിവസം ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എനിക്ക് കോപ്പർട്ടി ഇടണം ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജസ്റ്റിൽ നമുക്ക് കോപ്പർട്ടി ഇടാം, നമുക്ക് എന്താ പറയുക 10 വർഷം ഗ്യാരണ്ടിയുള്ള ഈ ചേനെ കൊണ്ട് ഭയങ്കര ശല്യം. അങ്ങനെ നമ്മൾ 10 വർഷം ഗ്യാരണ്ടിയുള്ള നമ്മുടെ കോപ്പർട്ടി ഇടാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കോപ്പർട്ടി ഇട്ടു. 45-ാമത്തെ ദിവസം, അതായത് നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ ആ ടൈമിൽ ഇട്ടില്ലെങ്കിൽ 45 ദിവസത്തിൻ്റെ ഉള്ളിൽ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെൻസസ് ആവുന്നത് എപ്പോഴാണോ അപ്പോൾ വന്നിട്ട് ഇടണം. മെൻസസ് ആവുന്ന ടൈമിലാണ് കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തു. ഞാനൊരു 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. എനിക്കൊരു 5 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല തണ്ടൽ വേദനയും പിന്നെന്താ പറയുക നല്ല മൂത്രത്തിപ്പഴുപ്പും വന്നു. മൂത്രത്തിപ്പഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രസവിച്ചിട്ട് എനിക്ക് ഇത്ര വേദന വന്നിട്ടില്ല. അൽഹംദുലില്ലാ എൻ്റെ പ്രസവമൊക്കെ വളരെ നോർമലായിരുന്നു, ഹെൽത്തി ആയിരുന്നു, ഭയങ്കര ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നു, ഹെൽത്തി ഡെലിവറി ആയിരുന്നു. എനിക്ക് എല്ലാവരും പറയും ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് നല്ല എളുപ്പമായിരുന്നു എന്നൊക്കെ ഞാൻ പറയും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് വേദന ഒന്നും അധികം എനിക്ക് തോന്നുന്നു എന്താണെന്നറിയില്ല, എനിക്കങ്ങനെ വേദന ഞാൻ ഇനി ഒരുപാട് വേദന എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കത് വലിയൊരു വേദന ആയിട്ട് തോന്നില്ല. എൻ്റെ അനിയത്തിയൊക്കെ എന്നെ കണ്ടിട്ടോ ഇത്ര ഉള്ള കാര്യം ഞാൻ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. കാരണം എനിക്കങ്ങനെ സങ്കടമോ അല്ലെങ്കിൽ കരച്ചിലോ ഒന്നും അങ്ങനെ വന്നില്ല. എന്താണെന്നറിയില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞ് അത്രയും ഇത്ര വേദന ഉണ്ടാവും എന്ന് പറഞ്ഞ് സീല് വെച്ച കാരണമാണെന്ന് തോന്നുന്നുണ്ട്. ആ ടൈമിൽ എനിക്ക് അങ്ങനെ വലിയ സങ്കടങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര അട്ടഹസിച്ച് കരയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കോപ്പർട്ടി ആ ഒരു ടൈമിൽ, അതായത് മൂത്രത്തിപ്പഴുപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രസവിച്ചപ്പോൾ പോലും ഇത്രയും വേദന വന്നിട്ടില്ല, അത്ര എനിക്ക് വേദന വരുന്നുണ്ട്. ഇതിങ്ങനെ എനിക്ക് പിന്നെ ഇങ്ങനെ നീരാൻ പറ്റണില്ല, അത്ര എനിക്ക് വേദന വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അന്ന് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജ്യേഷ്ഠത്തി എന്നെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആൾ പറഞ്ഞു എന്തെങ്കിലും കോപ്പർട്ടി ഇട്ടതല്ല, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കും. ഞാൻ കോപ്പർട്ടി ഇട്ട ഹോസ്പിറ്റലിൽ പോയില്ല. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വന്നത് തെറ്റതാണ്. അപ്പോൾ കോപ്പർട്ടി ഇട്ട ഡോക്ടറെ അടുത്തല്ല പോയത്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗൈനക്കോളജി കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല മോളെ ഇത്രയും ഉണ്ണിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലും റെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രോപ്പറായിട്ട് കിട്ടാത്ത കാരണമായിരിക്കും മോള് ഒരു പൊടി തന്നിട്ട് പറഞ്ഞു ഇത് കലക്കി കുടിച്ച് എന്നിട്ടും മാറണില്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൊടിയൊക്കെ കലക്കി കുടിച്ച് കഴിഞ്ഞപ്പം എൻ്റെ വേദന മാറി. ആസ് യൂഷ്വൽ എൻ്റെ വേദന മാറി, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല. പിന്നെ അതങ്ങനെ നോക്കിയില്ല. പിന്നെ ഒരു റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്, പ്രഗ്നൻ്റ് ആണോ, എനിക്ക് പീരീഡ്സ് വരുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് നോർമലായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പീരീഡ്സ് വരുന്നില്ല, എന്താണെന്നറിയില്ല, എനിക്ക് പീരീഡ്സ് വരുന്നില്ല, എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു പൊട്ടത്തി കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞിട്ട് നീ എങ്ങനെ പ്രഗ്നൻ്റ് ആവും, കോപ്പർട്ടി ഇട്ടൊരു പ്രഗ്നൻ്റ് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഗർഭിണിയാണോ എന്നൊരു സംശയമുണ്ട്, നമുക്കൊന്ന് നോക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു സംശയത്തിൻ്റെ മേലയിൽ ഞാൻ നോക്കിയതാണ്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ഒരു
ഫാമിലി ഇത് പ്ലാനിങ്ങിൽ എൻ്റെ മോള് 10 വർഷം, അതായത് ഞങ്ങളുടെ വീട്ടിൽ വേറെ കുട്ടികളൊന്നുമില്ല, മീൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോ വേറെ കുട്ടികളില്ല. കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠനക്കോ അനിയൻ പിന്നെ കല്യാണം ആയിട്ടില്ല, അപ്പം കുട്ടികളില്ല. അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടീനെ നല്ല എന്താ പറയുക കൊഞ്ചിച്ച് അങ്ങനെ ഒരു 10 കൊല്ലത്തോളം കുട്ടികൾ വേണ്ട, 10 വർഷം കഴിഞ്ഞിട്ട് അപ്പോഴേക്കിനും ഞാനൊരിത്തിരി മെച്ചൂർഡാവും. എനിക്ക് 18 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് കുട്ടിക്ക് 8 മാസം കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ഒരു 8 മാസം കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്, 9 മാസമായിട്ടുള്ളൂ എൻ്റെ കുട്ടിക്ക്. ആ ഒരു ടൈമിൽ എനിക്ക് 2ാമത് പ്രഗ്നൻ്റ് ആയി. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, കാരണം പറയാൻ തന്നെ പറ്റണില്ല. ഞാൻ ആരോട് പറയും, എന്തെന്ന് പറയും, എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ഹസ്ബൻഡിനോട് വെച്ചാൽ ഹസ്ബൻഡ് പറഞ്ഞു എന്ത് ചെയ്യും ജെസ്സി, നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മളെ മോള് ഇത്ര ചെറുതല്ലേ, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. നമ്മളെ മാനസികാവസ്ഥ അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് മാനസികാവസ്ഥ, നമുക്ക് ഈ കുട്ടീനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റണുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു കുട്ടീനെ ചിന്തിക്കാൻ പറ്റണില്ല. കാരണം 9 മാസമേ ആയിട്ടുള്ളൂ കുട്ടിക്ക്. 9 മാസം എൻ്റെ മോൾക്ക് ശരിക്കും പാലും കൂടി കൊടുത്ത് എനിക്ക് മതിയായിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മയൊരവസ്ഥ എന്താ പറയുക, അങ്ങനെ നമ്മൾ തീരുമാനിക്കണ മതി, അതിവിടെ നിർത്താം, കോപ്പറേറ്റീവ് ഊരാ. ഇനി നമുക്ക് കോപ്പറേറ്റീവിനെ നമുക്ക് വിശ്വാസമില്ല, നമ്മൾ 99% വിശ്വാസം ഉറപ്പിച്ചിട്ട് നമ്മൾ ഇട്ടൊരു മുതലാണ് കേട്ടോ കോപ്പറേറ്റീവ്. അപ്പോൾ നമുക്കത് വിശ്വാസമില്ല. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ഊരാ, അതിൻ്റെ ഒപ്പം നമുക്ക് കുട്ടീനെ അബോർഷൻ ചെയ്യാമെന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് പോവാണ് കേട്ടോ. പോയി അവിടെ എത്തി നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ജെസ്സില ശരിയാണ്, പ്രഗ്നൻ്റ് ആണ്, സ്കാൻ ചെയ്ത് നോക്കി, സ്കാനിങ്ങിൽ ഹെൽത്തി പ്രഗ്നൻസിയാണ്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല വളർച്ചയുടെ കാര്യങ്ങളാണ്, നല്ല കുട്ടിയാണ്, ഹെൽത്തിയാണ്, എത്ര ആഴ്ചകളായിട്ടുണ്ട്. കുട്ടി ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 3 മാസമായി തോന്നുന്നുണ്ട്. അത്രയും നമ്മൾ നോക്കി, എനിക്ക് അത്രയും ബോധമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 3 മാസം എനിക്ക് അങ്ങനെ പീരീഡ്സ് നിന്നതായിട്ടൊരു ഓർമ്മയില്ല. ആ ടൈം എനിക്ക് വലിയ കറക്റ്റായിട്ടൊരു ഓർമ്മയില്ല. പക്ഷെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടും പ്രഗ്നൻസി എല്ലാം എനിക്കിങ്ങനെ ക്ഷീണങ്ങളും പിന്നെ മെൻസസ് ആവാണ്ടായപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജെസ്സില പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, എനിക്ക് എൻ്റെ മോൾക്ക് 9 മാസമായിട്ടുള്ളൂ, എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കിത് കളയണം എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഓക്കെ ജെസ്സില നമുക്ക് കളയാം, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഡെലിവറി റൂമിൻ്റെ അടുത്ത് ഒരു റൂമുണ്ട്, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ ഓൾറെഡി മെൻ്റലി പ്രിപ്പയറാണ്, അത് അബോർഷൻ ചെയ്യാം എന്ന് പ്രിപ്പയർഡായിട്ട് വന്നത്. അവിടെ നിന്ന് ഈ ഡോക്ടർക്ക് പകരം എൻ്റെ അടുത്തേക്ക് വന്നത് വേറൊരു ഡോക്ടറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാലാക വന്നു എന്ന് വേണം പറയാൻ. കാരണം ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടീനെ ഞങ്ങൾക്ക് കൊന്നേനെ. സത്യം അതാണ്, ആ കുട്ടീനെ ഞങ്ങൾ കൊല്ലേണ്ട കുട്ടിയായിരുന്നു, ഞങ്ങൾ കൊലപാതകികളാകേണ്ടതായിരുന്നു. ആ ഡോക്ടർ വന്നിട്ട് ആ ഡോക്ടറുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, ഭയങ്കര ഓമനത്തുള്ളൊരു ഡോക്ടറാണ്. ഡോക്ടർ വന്നിട്ട് ആദ്യം എൻ്റെ ഉമ്മാനോട് സംസാരിച്ചു, എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ എന്നോട് വന്നിട്ട് സംസാരിച്ചു, എന്നോട് ചോദിച്ചു മോൾക്ക് ഈ കുട്ടീനെ കളയണം അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ, അപ്പോൾ എന്താണ് കളയാൻ കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് എൻ്റെ ജീവിതം, ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ ഇതാക്കുക. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞപ്പോഴും ആളും ഇതന്നെ. അതിന് ഞങ്ങളെ 3 പേരെ ഇരുത്തിയിട്ട് ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഒരു കാര്യം ചോദിച്ചില്ല, ഈ കുട്ടി എന്തായാലും നിങ്ങളുടെ കുട്ടി തന്നെയല്ലേ, വയറ്റിൽ എടുക്കണതും ഈ ഇരിക്കണതും കുട്ടി നിങ്ങളെ കുട്ടി തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഒരു കത്തി എടുത്തിട്ട്, ഡോക്ടർ ഇങ്ങനെ തന്നെയാണ് പറയണത് കേട്ടോ, ഒരു കത്തി എടുത്തിട്ട് ആ കുട്ടീനെ നീ ഒന്ന് കുത്തി വെക്കൂ, ആ കുട്ടിയുടെ മേലെ നീ കുത്തിക്കൊല്ലു, ആ കുട്ടീനെ കുത്തിക്കൊല്ലു. അപ്പം ഞാൻ ഡോക്ടർ എന്തിട്ടാ പറയണേ, നീ കുത്തിക്കൊല്ലു. അപ്പം ഞാൻ പറഞ്ഞു അതെന്നെ കൊണ്ട് പറ്റില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ജെസ്സിലെ അതേപോലെ തന്നെ നിൻ്റെ വയറ്റിൽ കിടക്കണ കുട്ടിയും
ഇതേപോലെ ഉണ്ടായ കുട്ടിയാണ് നിന്റെ അടുത്തിരിക്കണതും നിന്റെ വയറ്റിലിരിക്കണതും, രണ്ടും ഒന്ന് തന്നെയല്ലേ, നിന്റെ ചോര തന്നെയല്ലേ, നിന്റെ ഹസ്ബൻഡിൻ്റെ ചോര തന്നെയല്ലേ. അപ്പം ഞാൻ ഓക്കെ ശരിയാണ്. അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് പോയിന്റ്, അയ്യോ ഞാൻ തെറ്റാണ് ചെയ്യണതെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ എന്താ സ്വാർത്ഥത. കാരണം എന്താ വെച്ചാൽ സ്വാർത്ഥത എന്ന് തന്നെ പറയണം. കാരണം മൂത്ത മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ മകളെ കൊല്ലാൻ കൊണ്ടുപോവാണ്. അപ്പം ഞാൻ സ്റ്റക്കായി പോയി. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഡബിൾ മൈൻഡായിട്ടാണ് പോണത്. ഞങ്ങളെല്ലാവരും ഡബിൾ മൈൻഡ്. കാരണം ചെയ്യണത് ഏറ്റവും വലിയ തെറ്റാണെന്നുള്ള ബോധ്യം ഉണ്ടായിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതും കൂടി ആയപ്പോൾ കുറച്ചും കൂടി. പിന്നെ ഡോക്ടർ പറഞ്ഞു എത്രയോ ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട്, കുട്ടീൻ്റെ ഹൃദയമിടിപ്പ് ഇട്ടു, അതായത് റൂഹ് ഇട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ജെസില ടെൻഷൻ അടിക്കണ്ട. എന്നോട് മഞ്ജു ജെസിലയുടെ കേസ് പറഞ്ഞു. മഞ്ജു എന്ന് പറഞ്ഞു എൻ്റെ ഡോക്ടറുടെ പേര്. അപ്പം എൻ്റെ കേസ് പറഞ്ഞു, ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഹെൽത്തി ഡെലിവറി ആണല്ലോ ജെസില, എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളത്, ഇത്ര വയസ്സായിട്ടുള്ളോ എന്നതാണോ അതോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ, ഇനി ഒരു കാര്യം ചെയ്ത് ജെസിലയ്ക്ക് ഈ കുട്ടീനെ കളയണമെന്ന് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ പ്രസവം വരെ ഈ കുട്ടീനെ ഒന്ന് എടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർക്ക് തന്നോ, എനിക്ക് 7 മക്കളാണ്, എൻ്റെ 7 മക്കളിൽ ഒരാൾ കൂടുന്നുള്ളോ ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്തം വിട്ടുപോയി. ആ ഡോക്ടറെ കണ്ടാൽ 7 കുട്ടികളുണ്ടെന്നോ 7 കുട്ടികളുടെ അമ്മയാണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പോരാത്തതിന് എന്തൊരു മക്കളെ കാര്യം പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഡോക്ടർ, ഭയങ്കര ബ്ലൂമിങ് ആവുകയാണ് ഡോക്ടർ. അപ്പോൾ ഞാൻ ഡോക്ടറെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പം നിന്നെപ്പോലെ തന്നെ ഞാൻ 7 മക്കളുടെ അമ്മയാണ്. അതായത് ഡോക്ടർ പ്രസവിച്ച് 1 കൊല്ലം 2 കൊല്ലം ഇത്രയും ഗ്യാപ്പിൽ ഡോക്ടർ 7 കുട്ടികൾക്ക് 7 6 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനപ്പോൾ ആലോചിച്ചു, ശരിയാണ്, എൻ്റെ പ്രഗ്നൻസി എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ മൂത്ത മോളുടെ പ്രഗ്നൻസി ഛർദി കൊണ്ടോ അല്ലെങ്കിൽ വയറുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രസവിക്കുന്ന നേരത്തായിട്ട് ഒരു ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ നല്ല രീതിയിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജെസിലയുടെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നുണ്ട് ഒരു പ്രശ്നങ്ങളില്ലാത്ത പ്രഗ്നൻസിയാണ്, അതുകൊണ്ട് ജെസില നീ അത് കളയാനായിട്ട് ഉദ്ദേശിക്കരുത്. പ്രസവിച്ചിട്ട് നിനക്ക് വേണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടീനെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാൻ ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. കാരണം കുട്ടികളില്ലാത്തവർ ഒരുപാട് പേരുണ്ട്, അവർക്ക് നീ കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡിനോടും കൂടിയിട്ടാണ് പറയണത്. അപ്പോൾ ആളും പറഞ്ഞു ശരിയാണ്, തെറ്റാണ് ചെയ്യണത്, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യും ഡോക്ടറെ, ഞങ്ങൾ കോപ്പർട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ട് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയമല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ നീ പ്രസവിക്കാൻ പോണില്ലല്ലോ, അപ്പം ഇതൊന്നും നമുക്ക് ഏൽക്കൂല കേട്ടോ, അത് വേറെ കാര്യം. ഇന്നൊന്നും നീ പ്രസവിക്കാൻ പോണില്ല, 10 മാസം കഴിഞ്ഞിട്ടാണ് നീ പ്രസവിക്കാൻ പോണത്. അപ്പോൾ നീ ഒന്ന് ആ ഒരു ടൈം നീ ഒന്ന് കണ്ണടച്ചാൽ ഇപ്പോഴും നീ ഹെൽത്തിയാണ്, അപ്പോൾ നിൻ്റെ പ്രഗ്നൻസി നിനക്ക് ഹെൽത്തി ആയിരിക്കും, അതുകൊണ്ട് നീ ഡെലിവറിയും എന്ന് പറഞ്ഞു. അപ്പം ഞാനും ശരിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ 9 മാസം കഴിഞ്ഞപ്പോൾ 9 മാസമല്ല, എനിക്ക് അന്ന് എത്രയോ എനിക്ക് മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഡെലിവറി കഴിഞ്ഞു. അല്ല രണ്ടാമത്തെ ഡെലിവറിയും എനിക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ല, ഹെൽത്തി പ്രഗ്നൻസിയും ഹെൽത്തി ഡെലിവറിയും. അതായത് ലാസ്റ്റ് വന്നപ്പോൾ അവളുടെ വെയിറ്റിന് എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഊഹിക്കാം. സെക്കൻഡ് ഡെലിവറി എത്രയും പെട്ടെന്ന് ഇത്രയും കുറഞ്ഞ വയസ്സിൽ, അതായത് എനിക്ക് രണ്ടാമത്തെ മോളെ പ്രസവിക്കുമ്പോൾ 20 വയസ്സ്, എൻ്റെ വയസ്സ് 2 വയസ്സ് ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ 1 വയസ്സും 4 മാസത്തിൻ്റെയും വ്യത്യാസമേ വരുന്നുള്ളൂ. അതായത് 1 വയസ്സ് തികച്ച് ഞാൻ എൻ്റെ മോൾക്ക് പാല് കൊടുത്തിട്ടില്ല, മൂത്ത മോൾക്ക്. അപ്പം എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് കുറച്ച് മാറിപ്പോകുന്നേ ഉള്ളൂ, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ, എല്ലാം മാറിപ്പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ പാടുകളൊക്കെ കാണുന്നുണ്ട്, സംസാരിക്കുമ്പോൾ അതിങ്ങനെ വലിയുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മോൾക്ക് 1 വയസ്സ് തികച്ച് പാല് കൊടുത്തിട്ടില്ല. ആ സമയത്തൊക്കെ എനിക്ക് പ്രഗ്നൻസി സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പാല് കൊടുത്തിട്ടില്ല. നമുക്ക് ടെൻഷൻ അവിടെ മാറ്റി വയ്ക്കാം, നമുക്ക് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാം, വിദ്യയാണ് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ എന്താ പറയുക
മാനേഴ്സ് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി കുട്ടി തളർന്നിരിക്കുകയാണെന്ന് ഇതിനൊരു സപ്പോർട്ട് എന്ന് എല്ലാവരും ചിന്തിച്ചിരുന്നത്. നമ്മുടെ മുമ്പിൽ നിന്നിട്ട് തന്നെ ഇങ്ങനെ പറയും, എന്താ ആ കുട്ടിക്ക് 1 വയസ്സ് ആവുമ്പോഴേക്കിനും പ്രഗ്നൻ്റ് ആയ കാരണം ആ കുട്ടിക്ക് പാല് കിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് ഡയലോഗ്സ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ചില്ലറല്ല. എനിക്ക് അവരുടെ മുമ്പിൽ ചിരിച്ചിരിക്കാന്നല്ലാതെ വേറൊരു ഓപ്ഷനിലായിരുന്നു. ശരിക്കും ആ ടൈമിൽ എനിക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ബോൾഡായിട്ട് അങ്ങനെ ഒരു ഇത് എതിർത്ത് പറയാനോ എനിക്ക് ആ ടൈമിൽ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെയാണ് അവരെൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിൽ ഉണ്ട്. ഞാൻ അത്രയും എന്താ പറയുക, നമ്മൾ ഓരോ ആലയിലിട്ട് അടിച്ചടിച്ചടിച്ച് മൂർച്ച കൂട്ടിയ അങ്ങനെ പറയില്ല, അന്ന പോലെ എനിക്ക് നമ്മൾ പ്രസവം കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ സാമർത്ഥ്യം വരാമെന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ പറയണത്. കാരണം എന്താ പറയുക, കുട്ടീനെ നോക്കിയിട്ട് പറയും, അയ്യോ ഈ കുട്ടിക്ക് വെയിറ്റ് ഇല്ല, അതിന് പാല് കിട്ടിയിട്ടില്ലല്ലോ, അത് പാല് കുടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ 1 വയസ്സ്. ഇപ്പം എന്താ പറയുക, നമ്മുടെ മുമ്പിൽ കൂടെ 1 മാസം പോലും പാല് കുടിക്കാൻ പറ്റാത്ത കുട്ടികൾ ഒരുപാടുണ്ട്. അന്നൊന്നും നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അത്ര ഒന്നും ചിന്തിക്കില്ല. നമ്മളെ കുട്ടിയുടെ കാര്യം മാത്രം ആലോചിക്കുള്ളൂ. നമ്മളെ കുട്ടിക്ക് ഇത്ര പാല് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിപ്പിച്ച് വെച്ച മനസ്സിനെ പാകപ്പെടുത്തിയ മനസ്സ് ഒന്നും കൂടി വിള്ളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ കുട്ടിക്ക് പാല് കിട്ടിയിട്ടില്ല, ഞാൻ ഇത്ര പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയ കാരണം. അവിടെ നമുക്ക് കോപ്പർത്തി ചതിച്ച ഇതൊന്നും നമുക്ക് വരില്ല. പിന്നെ കുറേ പേര് ചോദിക്കും, മോൾക്കൊന്ന് സൂക്ഷിച്ചൂടെ, ഒരിത്തിരി മയൊക്കെ വേണേ. എനിക്ക് പറയാം, ഇത്രയും ക്ലീശയായിട്ടുള്ള കമൻറ്റ് വരെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഫേസിൽ അതുണ്ടെങ്കിലും അവർക്ക് അത് എഫക്റ്റ് ചെയ്യില്ല. അതങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്ത് സുഖാതിന്ന് കണ്ടെത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ പറയുമ്പോൾ പറയും, ഞാൻ മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണം. പക്ഷെ ഇങ്ങനെയും കുത്തുവർത്താനം പറഞ്ഞിട്ട് നല്ലതിന് വേണ്ടിയിട്ട് പറയണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോണ ഒരു അവസ്ഥ വരെയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, അത് നമുക്ക് പിന്നെ ഒരു ഇതിൽ വയ്ക്കാം. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അൽഹംദുലില്ലാ, ഞാൻ ഇപ്പോൾ 3 കുട്ടികളുടെ ഉമ്മയാണ്. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ 3 കുട്ടികളുടെ ഉമ്മയാണ് കേട്ടോ. അവൻ്റെ 3ാമത്തെ മോൾക്ക് ഇപ്പോൾ 3 വയസ്സായി. ഈ ഡിസംബർ 2-ാം തീയതി എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസംബർ 2-ാം തീയതി എൻ്റെ മോൾക്ക് 3 വയസ്സായി. 3ാമത്തെ പ്രഗ്നൻസി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എൻ്റെ കുട്ടിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയാം. അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരെണ്ണം ആയിണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 3 ഡെലിവറി കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇപ്പോൾ എൻ്റെ മക്കളുടെ സന്തോഷവും അവരുടെ കളി. ഞാനൊരു പെർഫെക്റ്റ് മമ്മിയാണെന്ന് ഞാൻ പറയുന്നേ ഇല്ല. എനിക്കത് ഒട്ടും പറയാൻ പറ്റാൻ അർഹത ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ ഭയങ്കര ഇതായിട്ട് നോക്കി, എൻ്റെ മക്കളെ ഭയങ്കര കെയറിങ് ആയിട്ട് അങ്ങനെ ഒരു രക്ഷിതാക്കളും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പെർഫെക്റ്റ് മമ്മി ആൻഡ് ഡാഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉമ്മയും വാപ്പയും അമ്മയും അച്ഛനും ഉണ്ടാവേണ്ടിയില്ല. നമുക്ക് കുട്ടികളുടെ കുറച്ച് സന്തോഷങ്ങളോ കുറച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഇതുകളോ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. മുഴുവനായിട്ട് ആ കുട്ടിയുടെ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സാഡ്നെസ്സോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട ആവശ്യങ്ങളോ നമുക്ക് നിറവേറ്റാൻ പറ്റിയെന്ന് വരില്ല. അത് തന്നെ പെർഫെക്ഷൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പെർഫെക്റ്റ് ആവാൻ ഒരു അച്ഛനമ്മയ്ക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പെർഫെക്റ്റ് ആയൊരാരും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18ാമത്തെ വയസ്സിലാണ്. അപ്പോൾ എന്തോരം ബോധം ഉണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതുള്ളൂ. ഞാൻ തന്നെ കുട്ടിക്കളി നടക്കുന്ന ഒരു കാലത്തായിരുന്നു. അങ്ങനെ സെക്കൻഡ് പ്രഗ്നൻസിയുമായൊരു പീരീഡായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊക്കെയും നമുക്ക് കുറച്ച് പേര് നമ്മളെ ചുറ്റും സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്നുള്ള ആശ്വാസമാണ്. എത്ര പേരുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിറവേറ്റണം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ 3 വയസ്സ്, ഇളയ ആൾക്ക് 3 വയസ്സ്, മൂത്ത ആൾക്ക് 6 വയസ്സ്, 2ാമത്തെ ആൾക്ക് 5 വയസ്സ് ഈ ജനുവരി 18-ാം തീയതിക്ക് ആവും. അപ്പം അത്രയും എന്താ പറയുക, ഒരു
7 കൊല്ലം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കായിരുന്നു. ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞൊരു സമയമില്ല, മനസ്സിലായ? എൻ്റെ കാര്യം ചെയ്യാന്ന് പറഞ്ഞ സമയം അല്ല, അവരുടെ സമയത്തിൽ ഒതുങ്ങിയിട്ട് ഇത്തിരി സമയം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടത്താം, അങ്ങനെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിൽ. ഹസ്ബൻഡിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ജോലിയുണ്ട്, ആൾ ജോലി സംബന്ധമായിട്ട് പോവും. പിന്നെ വരുന്ന നേരത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ കാര്യങ്ങളോ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ സഹായിക്കാനും ഇല്ലയെന്നൊന്നും പറയില്ല, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും എന്നാലും നമുക്ക് എന്താ പറയുക, ചുറ്റുമുള്ള ആൾക്കാർ ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്തോ ഇത് ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. നമ്മൾ ചിലരുടെ ലുക്ക്, ചിലരെന്തോ നമ്മൾ തെറ്റ് ചെയ്തിട്ട് വന്ന് നിൽക്കണ പോലെയൊക്കെ ഇതാക്കാറുണ്ട് കേട്ടോ, നോക്കാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ആ കുട്ടീനെ കൊന്നിരുന്നെങ്കിൽ അവർ അത്രയും തെറ്റായിട്ട് അത് കാണില്ലായിരുന്നു, അല്ലെങ്കിൽ ആ കുട്ടീനെ അബോർഷൻ ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ അവരത് അത്രയും തെറ്റായിട്ട് കാണില്ലായിരുന്നു. അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രയും ഇതായിട്ടുണ്ട്. നല്ല കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ചിക്കൻ ബോക്സ് മാറി വരുന്നേ ഉള്ളൂ, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ആ കുട്ടികളെ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് സഹിച്ച് വളർത്തുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സങ്കടം എന്താണെന്നറിയോ, നമ്മ ഈ എത്തിച്ച് വരുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കുറ്റം പറയാൻ കുറേ പേരുണ്ടാവും. അതാണ് ഏറ്റവും സങ്കടം. ഇപ്പോൾ എനിക്ക് 25 വയസ്സ്, ഈ 25 വയസ്സിലാണ് ഞാൻ ഈ 3 കുട്ടികളെ നോക്കിയത്. ഇപ്പം ആലോചിക്കുമ്പോൾ ഇപ്പം നമുക്ക് ആ ഒരു അവസ്ഥ ഇമാജിൻ ചെയ്യുമ്പോൾ ഭയങ്കര എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്ത് എങ്ങനെ കടന്നു പോയെന്ന് തന്നെ എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മക്കളെ ഇപ്പം എൻ്റെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒത്തൊരുമയും അവരുടെ ആ ഒരു ഹാപ്പിനെസ്. ഞാൻ ഒറ്റ മോളാണ്, എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടീനോട് ഞാൻ പറയണത്, അതായത് അച്ചൂസിനോട് ഞാൻ പറയുകയാണ്, നമുക്ക് ഇന്ന് നമ്മൾ സങ്കടപ്പെട്ടാൽ നമുക്ക് എന്തായാലും നാളെ ഒരു ടൈമിൽ നമുക്ക് സന്തോഷം വരും. നമ്മളെ മക്കളെ കൊണ്ട് തന്നെ നമ്മൾ സന്തോഷിക്കും. അതുകൊണ്ട് ഒട്ടും വേണ്ട എന്ന് പറയാതിരിക്കുക. കാരണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ആ കുട്ടീനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. ഇത്രയും നല്ല കുട്ടീനെയാണല്ലോ ഞാൻ വേണ്ടാന്ന് വെച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ കുട്ടി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തരുമ്പോൾ നമ്മൾ ആലോചിക്കും, കുട്ടീനന്ന് നമ്മൾ വേണ്ടാന്ന് വയ്ക്കാൻ പോയതല്ലേ എന്ന്. അപ്പം അത്രയും നമുക്ക് ഇമോഷണലി നമ്മൾ സൈഡായി പോകും. അവരങ്ങനെ അങ്ങനെ അതിവേഗം ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം, അവരുടെ വ്ളോഗിലൊക്കെ കാണുമ്പോൾ അറിയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അതാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്, ആളുടെ ഒരു ഇത് കേട്ടു, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല എന്നുള്ളൊരു ഡയലോഗ് അതിലുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ കുറച്ച് നാൾ നമുക്ക് വിഷമം ഉണ്ടാവും, നമുക്ക് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അത്രയേ ഉള്ളൂ, അത്ര ചിന്തിച്ചാൽ മതി. കുറച്ച് നാൾക്ക് നമുക്ക് ഒരു ജീവിതത്തിൻ്റെ അവർക്കൊരു 3 വയസ്സ് അല്ലെങ്കിൽ 2-2.5 വയസ്സാവണ വരെ നമ്മ അവരെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മുടെ ലൈഫ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്താ പറയുക, എന്നോട് ആ ടൈമിൽ നീ എന്ത് കോലത്തിലാണ് നടക്കണമെന്ന് വെച്ച് പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ ചോദിച്ചവരാരും 5 മിനിറ്റ് പിടിച്ചിട്ട് നീ ഒന്ന് റെഡി ആവുമെന്ന് പറഞ്ഞു വരില്ല. കുട്ടി കരയുമ്പോൾ അപ്പോൾ ഓളി എടുക്കും, എന്താണിത് കുട്ടീനെ കരയിപ്പിച്ചിട്ട് നീ അവിടെ എന്തെടുക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും. അതൊക്കെ പോട്ടെ. അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ടൈമുണ്ട്. നമ്മൾ എന്തായാലും പ്രസവിക്കണം, നമുക്ക് കുട്ടികളെ നോക്കണം. നമ്മളിപ്പോൾ ഒരു 2 വയസ്സ് ഗ്യാപ്പ് ഇട്ടു എന്ന് വെച്ചോ, പിന്നെ നമ്മൾ 7 കൊല്ലം കഷ്ടപ്പെടേണ്ടത് ചിലപ്പോൾ നമ്മൾ 12 കൊല്ലം കഷ്ടപ്പെടണം, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്തായാലും അത്രയും കൊല്ലം പോരാത്തതിന് ഇപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച്, എൻ്റെ മക്കളൊക്കെ ഒരുമിച്ചാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയില്ല ഒരാളോട് സ്നേഹം കൂടുതൽ കാട്ടിയോ ഒരാളോട് സ്നേഹം കുറവ് കാണിച്ചോ. ഞാൻ കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നല്ലതാണെന്നൊന്നുമല്ല ഞാൻ പറയണത്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിധി പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളെ അല്ല അതൊന്നും. ചിലർ പറയും പ്ലാൻ ചെയ്തിട്ടെന്ന്. ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്ലാനിങ് ആണ് ചീറ്റിപ്പോയത്. അതായത് ഞങ്ങൾ 10 വർഷത്തേക്ക് പ്ലാൻ ചെയ്ത ആൾക്കാരാണ്. ദൈവം അത് 8 മാസം തയ്ച്ചു തന്നില്ല.
അപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു ടൈം കുട്ടികളുടെ ആ ഒരു വളർച്ച കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി, നമ്മൾ ഒരുമിച്ച് ഫ്രീ ആയി. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ മതിയല്ലോ, അങ്ങനെയല്ലേ? അതായത് അല്ലെങ്കിൽ നമ്മൊരു ഈ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം, ആ ഒരു 7 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ 2 പേരുടെ കാര്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു പോവുകയാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടോ പറയണത്. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു 7 വർഷത്തിൻ്റെ ഉള്ളിൽ 3 കുട്ടികളുടെ കാര്യം, അതായത് 3 വയസ്സ് അവരവർ അംഗനവാടി വരെ ആക്കുന്നത് വരെ നമുക്ക് സ്ട്രെസ്സാണ്, ഇല്ല എന്നൊന്നും പറയില്ല. ആ ഒരു ടൈം വരെ നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ സ്കൂളിൽ വിടുന്ന പ്രായം അല്ലെങ്കിൽ അംഗനവാടി വിടുന്ന കാലം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആശ്വാസമാണ്. പിന്നെ നമ്മൾ ചിന്തിക്കണ ഒരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിന്തിക്കാം, അയ്യോ ഇപ്പം നമുക്ക് ആരുമില്ലാത്തൊരവസ്ഥ എന്ന പോലെ ഇത്രയും നാൾ ഓളിയും ബഹളവും ഒച്ചയും വിളിയും ഒക്കെ ആയിട്ട് പിന്നെ നമുക്ക് ആരുമില്ല എന്നൊരു അവസ്ഥ വന്നു തുടങ്ങും. അല്ലെങ്കിൽ ഇനി എനിക്കൊരു നിവാവ ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിച്ചു തുടങ്ങണ ഒരവസ്ഥ തുടങ്ങും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനായ ഒരവസ്ഥയിൽ കൂടെയാണ്. പക്ഷേ ഫിസിക്കലി ഞാനിപ്പോൾ തയ്യാറെടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ അതിന് ആ ഒരു അവിവേകത്തിന് തയ്യാറെടുക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ധ്യാൻ ഡേയ്സിൽ ചേച്ചിന്നോ അച്ചു വിഷമിക്കാതിരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരും. നമ്മൾ അതൊക്കെ മനസ്സിൽ വേഗം കയറി കൂടുന്ന ഒരു ടൈമാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയണേ, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ കുറച്ച് സാക്രിഫൈസ് ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവസ്ഥയാണ് പറയണത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കും ഇതേപോലെ വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നന്ദിയുണ്ട് ഇത്രയും നേരം എന്നെ സഹിച്ചതിനും. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. ഇനിയും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പം എനിക്ക് തീരെ പറ്റുന്നില്ല, എൻ്റെ അസുഖങ്ങളും അസ്വസ്ഥതകളും എന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ പോട്ടെ. അസ്സലാമു അലൈക്കും.